റോസിന്റെ പോത്തുകൾ എങ്ങനെയുണ്ടായിരുന്നു? പോത്തുകളുടെ ഇടയിലുള്ള ജീവിതം എന്നറിയില്ല, എനിക്ക് ഭയങ്കര ക്രഷ് തോന്നിയ ഒരാളാണ്. എത്ര ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഇനോഗ്രേഷൻ കുറെ ചെയ്തിട്ടുണ്ടാവും, കാരണം ഇനോഗ്രേഷൻ ചെയ്യാൻ തുടങ്ങിയത് 2005 മുതലാണ്. റോസ് ഒരു ലക്കി ചാമ. എനിക്ക് കുറച്ചും കൂടി സന്തോഷം നൽകുന്നത് ഇനോഗ്രേഷന്റെ ആ ഒരു സ്റ്റേജ് തന്നെയാണ്. അതാണ് ഞാൻ കൂടുതലും അത് പ്രിഫർ ചെയ്യുന്നത്. അത് ആളുകളൊക്കെ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ കഴിയുന്നത്. അത് ഐശ്വര്യമുള്ള കുറെ ഫാൻസ് മെസ്സേജ് അയക്കുമല്ലോ, അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മെസ്സേജ്? ഫോൺ കോൾസ് വിളിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് 2005 തൊട്ടിട്ട് കറക്റ്റ് ഓർമ്മ വെച്ചിട്ട് അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ടൈമും അങ്ങനെ അവിടെ എല്ലാവർക്കും പായസം ഉണ്ടാക്കി കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ടീം റേച്ചലാണ്. December 6th റിലീസ് ആവാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ഹലോ വെൽക്കം. വീണ്ടും നമ്മൾ കാണുന്നു. ഞങ്ങൾ ആക്ച്വലി ഇവരുടെ ഒരു സെറ്റ് ഇന്റർവ്യൂ എടുത്തതാ. ഓ അതാണ്. അതെ അതെ. ഇപ്പം എവിടെയായിരുന്നു ഇത്ര നാള്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ സിനിമകളിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. സിനിമകളിൽ നിന്ന് ഗ്യാപ്പ് എടുത്തിട്ടില്ല. സിനിമകളിൽ നിന്ന് ഒരിക്കലും ഗ്യാപ്പ് എടുക്കില്ല. ബിക്കോസ് ഞാൻ ലാസ്റ്റ് ചെയ്തത് മോൺസ്റ്റർ എന്ന് പറയുന്ന മൂവിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു തെലുങ്ക് മൂവി റിലീസ് വീരസിംഹാരടി. അത് കഴിഞ്ഞിട്ടാണ് റേച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. റേച്ചിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഷൂട്ടിങ്ങും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് 2 years എടുത്തല്ലേ? ബൈജു ചേട്ടൻ ഇതിലെ നെഗറ്റീവ് ഷെയ്ഡ് ആണോ? ഞാന് തുടക്കം മുതലേ നെഗറ്റീവ് ഷെയ്ഡാണ് എന്റെ ലൈഫ് സിനിമ മുഴുവൻ. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന ക്യാരക്ടറാണ്. 100% ആ ക്യാരക്ടറിനെ കണ്ടു കഴിഞ്ഞാല് ഒരു ഭയങ്കരമായിട്ടൊരു ദേഷ്യം തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു പരിപാടിയാണ്. കാര്യം 2 കാലഘട്ടമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് രണ്ട് ഡിഫറെന്റ് പരിപാടികളാണ്. എന്നാൽ പോലും നെഗറ്റീവാണ് പരിപാടികൾ. ഒരാൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അയാളെ എങ്ങനെ മാക്സിമം നാട്ടിക്കാം എന്നുള്ളതായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആളാണ് എന്റെ അടുത്ത്. ഇങ്ങനെ കഥകളിലോട്ട് പോകുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. കാര്യം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം സിനിമ എന്ന് പറയുന്ന ഒരു ഇതിലേക്കൂടെ ആയിരുന്നല്ലോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. സിനിമ പല ക്യാരക്ടേഴ്സ് ഇപ്പൊ നടക്കുന്ന പരിപാടികളാണ്. പക്ഷെ ഇതൊരു കാലഘട്ടം മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ നമ്മുടെ ഓരോ മൊമെന്റും എങ്ങനെ സംസാരിക്കണം ഒക്കെ ആനന്ദി ഭയങ്കര അതേപോലെ നമുക്ക് പറഞ്ഞ് അങ്ങനെ കാര്യം 100% ഫുൾ ഇൻവോൾവ് ആയിരുന്നു ആനന്ദി. അല്ല ആ സിനിമ എന്ന് പറയുന്ന നമ്മൾ അതിലേക്ക് കയറാനായിട്ട് കുറച്ച് ടൈം എടുത്തു. പക്ഷെ ആനന്ദി ഓൾറെഡി സെറ്റ് ആയിരുന്നു. നല്ലതായിരുന്നു, ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ വില്ലന് എങ്ങനെയാണ് നമുക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരെണ്ണം കൊടുക്കാൻ തോന്നും? അങ്ങനത്തെ ഒരു വില്ലനാണോ? അല്ല, ഞങ്ങൾ അങ്ങനെയല്ല. അങ്ങനെയുള്ള വില്ലനല്ല. സിനിമയിൽ അറിയാൻ പറ്റും, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ള വില്ലനാണ്. പക്ഷെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പടം കണ്ട ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആരോ ആണെന്ന് തോന്നുന്നു പറഞ്ഞു, പുള്ളി കണ്ടത് എല്ലാ ആർട്ടിസ്റ്റുകളും ഈച്ച് ആൻഡ് എവറി ആരൊക്കെ ഇതിനകത്ത് പെർഫോം ചെയ്തു എല്ലാം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് റൈച്ചൽ. 100%. റോഷൻ എല്ലാം ചോദിച്ചതാ. പക്ഷെ നമ്മുടെ ഹണി ചേച്ചി ഇവിടെ ഇരിക്കും. ചേച്ചി എന്ന് വിളിക്കണോ? എനിക്ക് ചേച്ചി എന്ത് വേണമെങ്കിലും ഒത്തിരി ആളുകൾ വിളിക്കാറുണ്ട്. റോസ്. ഓക്കെ, റോസ് ഇവിടെ ഇരിക്കുമ്പോ എങ്ങനെയുണ്ട് റോസിന്റെ കൂടെ ഉള്ള ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഒക്കെ? നമുക്ക് ഇരുത്തിക്കൊണ്ട് ഇനി പുകഴ്ത്തോ? ഉള്ളത് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എന്റെ മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഷൈൻ ചേട്ടൻ, ആനന്ദിനി പറഞ്ഞിരുന്നു
ഹണിയാണ് പേരായിട്ട് വരുന്നത്. അപ്പം ഒരു റൊമാൻസ് ട്രാക്കും പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ട്രെയിലറിൽ ചെറിയ ചെറിയ പോർഷൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പം വാസ് റിയലി ഹാപ്പി. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം മലയാളത്തിലൊരു കംബാക്ക് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് നല്ലപോലെ നമ്മുടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ പരിപാടികൾ ഇതിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ടുള്ള ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഷന്റെ കഥാപാത്രം ഒന്നും കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇതുവരെയും കണ്ടേക്കുന്ന ഒരു റോഷൻ അല്ല. റോഷനെ കുറച്ച് ഡൾ ചെയ്തിട്ട് റോഷൻ പറയുന്നത് എന്നെ കൊളാക്കിന്നാണ് അല്ലെ. പക്ഷെ ഏറ്റവും സൗന്ദര്യം എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിലാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് റോഷൻ. എനിക്ക് തോന്നുന്നു ഡ്രൈവ് ചെയ്യുമ്പോ റോഷൻ കൊള്ളാം. റേച്ചലും നിക്കോളാസ്. ഇപ്പൊ റേച്ചൽ ഇങ്ങനെ ജീപ്പ് ഡ്രൈവ് ചെയ്യുമ്പോ തൊട്ടിപ്പുറത്ത് സ്കൂട്ടറല്ലേ, സൈക്കിൾ. അപ്പോൾ ഒരു നോട്ടം ആ ഫ്രെയിമൊക്കെ നല്ല രസമുണ്ടായിരുന്നു ട്രെയിലറിൽ. ഈ മൂവിയുടെ ഏറ്റവും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ആനന്ദിനി സ്വരൂപ് ചേട്ടനാണ് ക്യാമറ ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ആനന്ദിനി പറഞ്ഞത് എനിക്ക് പെയിന്റിങ് പോലുള്ള വിഷ്വൽസ് ആണ് വേണ്ടതെന്നുള്ളതാണ്. അത് ആ സിനിമ കാണുമ്പോൾ ഫ്രം ബിഗിനിങ് ടു ടിൽ ദ എൻഡ് നമുക്ക് ആ ഒരു ഡ്രോയിങ് കാണുന്ന പോലെ തന്നെയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിഷ്വലി അത് എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ കുറച്ചുകൂടി റോ അല്ലേ മൂവിയാണ്. കാരണം നമ്മള് കാണുന്ന ഒരു ഹണി റോസ് ഭയങ്കര സ്വീറ്റ് ആയിട്ട് വരും ഇനോഗ്രേഷൻ ചെയ്യുമ്പോ. പക്ഷെ ഇതില് ട്രെയിലറിൽ കൊല്ലുന്നു, വെടി തോക്കെടുക്കുന്നു, ചോര. ഇതൊരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമ. ഒരു 70s ആ ഒരു കാലഘട്ടമായിരിക്കും. അപ്പം കാടിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തേക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് പോത്ത് കച്ചവടം, ഇതൊരു ഇറച്ചിവെട്ടുകാരിയായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നില്ല ഇതുവരെയും അല്ലെ ഒരു സിനിമയിലോ. ഇത് നമ്മൾ റിയൽ ലൈഫിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം പിന്നെ ആ ഒരു പശ്ചാത്തലം അതൊരു വേറൊരു ലോകമാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സിനിമ കാണുമ്പോൾ നമ്മൾ ആ ലോകത്ത്, ആ നാട്ടിൻപുറത്ത് അവിടെ പോയി ജീവിക്കുന്ന പോലെ നമുക്ക് പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യും. സോ ആ ഭയങ്കര ഒതന്റിക് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഈവൻ ഡയലോഗ്സ് ആയാലും അവര് ബിഹേവ് ചെയ്യുന്ന രീതി ആയാലും ഈ നായാട്ടുകാര് ഒക്കെ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവരുടെ റിയൽ ആളുകളെ വിളിച്ച് അവരുടെ എക്സ്പീരിയൻസ് കേട്ട് മനസ്സിലാക്കി. ഈവൻ ജാഫർ ഇക്ക ചെയ്ത കഥാപാത്രമൊക്കെ റിയൽ ലൈഫ് ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത് ആനന്ദിനിയുടെ ഒരു എന്താ പറയാ ഒരു ബ്രേവ് അറ്റംപ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ഡെബ്യൂ മൂവിയില് ഇത്രയും വലിയൊരു സിനിമ അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റും. അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥ എടുത്ത് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവർക്ക് പ്രത്യേകം ഒരു കൺഗ്രാറ്റ്സ് പറയണം. ഒറിജിനൽ നായട്ടുകാരെ തന്നെ ഈ പത്തനംതിട്ട എന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. അവർ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് ടൈം മുതലേ എനിക്ക് ഹണീനെ അറിയാം, ഹണീന്റെ ഫാദറിനെ അറിയാം. അങ്ങനെ പിന്നെ വിനയേട്ടനായിട്ടുള്ള ഒരു ബന്ധം എല്ലാം വെച്ച് അറിയാം. ഞാൻ ഹണീനെ ഇടയ്ക്ക് ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഹണീനെ കുറെ നാളുകൾക്ക് ശേഷമാണ് റേച്ചൽ കാണുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ ഹണി എങ്ങനെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യണമെന്നുള്ള ഇതുണ്ടല്ലോ, എപ്പോഴും കാണുമ്പോൾ ആ ചേട്ടാന്നൊക്കെ. പക്ഷെ ഹണീനെ ഞാൻ കാണുന്നത് റേച്ചലിന്റെ ആ കോസ്റ്റ്യൂമിലാണ്. ഹണി വന്നിട്ട് ഇന്നോവയെന്ന് വന്ന് ഇറങ്ങിയിട്ട് കാരവനിലോട്ട് കയറുന്നത്. ഹണി അപ്പോഴും ഹണി എന്നുള്ള ആ ക്യാരക്ടർ വിട്ടിട്ടില്ല. ആ സിനിമയിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും ആ ക്യാരക്ടർ. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് മലയാള സിനിമ വലിയ ഒരുപാട്, ഞാൻ തന്നെ 1-2 പ്രോജക്റ്റുകളെ കുറിച്ച് ചേട്ടാ റേച്ചൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെയാണ് റോഷന്റെ ഫാദറുമായിട്ട് ഞാൻ വെരി ക്ലോസ് ആണ്. അപ്പൊ റോഷൻ ഈ ദൃശ്യത്തിന് ശേഷം എപ്പോഴും പറയാം അവൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിൽ നിന്ന് മാറി വേറെ വെയിറ്റ്. അങ്ങനെ റോഷനും വലിയൊരു വെയിറ്റ് ചെയ്ത് കിട്ടിയ ക്യാരക്ടർ തന്നെയാണ് ഇത്. അങ്ങനെ എല്ലാ ആൾക്കാരും എല്ലാവർക്കും ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീക്വൻസ് ഉള്ള ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് മരിച്ച് തല്ല് വാങ്ങുന്നത്. മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞു എനിക്ക് ഭയങ്കര ഫൈറ്റ് സീൻ വാങ്ങുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് വാങ്ങും, പിന്നെ നമ്മൾ കൊടുക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ചുള്ള ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ സിനിമയിൽ? എന്ത് ക്യാരക്ടറിന്റെ പേര്? തെരേസയും റേച്ചലും. നല്ല പേരുകള്. ആക്ച്വലി ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ നല്ല രസം. ചന്തുവിന്റെ പേര് ജോഷുവ. അത് ജോഷുവ എന്ന് പറഞ്ഞിട്ട് ചന്തുവിനെ കാണിക്കുന്നതും ഭയങ്കര രസമാണ് ട്രെയിലറിൽ. ചേട്ടന്റെ ക്യാരക്ടറിന് വരുന്ന എന്റെ ക്യാരക്ടർ പേര് പറയാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ നമ്മള് മയങ്ങി വീണെന്നൊക്കെ പറയില്ലേ, ചില പേര് മയങ്ങി വീണു, കുഴഞ്ഞു വീണു എന്നൊക്കെ പറയും. ഞാൻ കുഴഞ്ഞു വീണ ഒരു സിനിമയാണ് ഇത്.
അതെന്റെ 1-2 പരിപാടികളുണ്ട്. കുഴഞ്ഞു വീണാൻ ഒരു ഇതില് ലിറ്ററലി കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണു. ഞാൻ അങ്ങനെ താഴെ പോയി. എന്താ വെച്ചാൽ ഒരു ഷോട്ടില് കാര്യം ആ ടേക്ക് 12 ടേക്ക് പോയി. അതായത് അതല്ല, ബാബുരാജ് അതിന്റെ പോസ്റ്റ് ഇറങ്ങി അതുകൊണ്ട് പറയുന്നത് പുള്ളിക്കാരൻ ഈ പോത്തിനെയും കൊണ്ട് വരുന്ന ഒരു ഷോട്ട്. അപ്പൊ പോത്തിനെയും കൊണ്ട് കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ പോത്ത് നമ്മൾ പിടിക്കുന്നിടത്ത് കിട്ടത്തില്ല, അത്രയും വലിയ പോത്തിനെയും കൊണ്ടാ വരുന്നത്. അപ്പൊ ഞാനും ഈ പ്രണയന്റെ കൂടെ അഭിനയിക്കുന്ന ജോജി എങ്ങനെയുണ്ട്. അപ്പൊ എങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എന്ത് കുറ്റം പറയാന്ന് കരുതിയിട്ട് ഞാൻ ട്രailerലുണ്ട് ഞാനൊരു ബീഡി വലിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു ഷോട്ട്. അപ്പൊ 12 ടേക്കിന് 12 ബീഡി ഞാൻ വിളിച്ചു. സോ ഞാനൊരു സ്മോക്കർ അല്ല. ഞാൻ ഈ വീഡിയോ വലിച്ചിട്ട് കണ്ടിന്യൂറ്റി കറക്റ്റ് ആവണമല്ലോ. ഷോട്ടിന് മുമ്പേ ക്യാമറ പറയുന്നതിന് മുമ്പ് തുടങ്ങണം. വലിച്ച് ഒരു 2-3 ടേക്ക് ആയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് ഡയലോഗുകളുണ്ട് അവിടെ, ഡയലോഗ് പരിപാടികളുണ്ട്. ലാസ്റ്റ് 12 ടേക്ക് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിച്ചു. കാര്യം ഇത് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 100% ആനന്ദി പറയും ചേട്ടാ മാറി നിന്നോ, നമുക്ക് അല്ലാതെ കമ്പോസ് ചെയ്യും. അങ്ങനെ 12ാമത്തെ ടേക്ക് അത് ഓക്കെ ഷോട്ട് ആയിരുന്നു. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പോത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. ഒരുപാട് അഭിനയിക്കാറില്ലല്ലോ, അപ്പൊ ടൈമിങ് തീരെയില്ല. സിനിമ അല്ലല്ല, ഇപ്പൊ വേറെ കാര്യമില്ല. ഇപ്പൊ ഈ പോത്ത് അതുപോലെ അങ്ങനെ അതൊക്കെ എനിക്ക് പേടിയുണ്ട്. കാര്യം അങ്ങനെയൊക്കെ പോലും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ബീഫ് ബിരിയാണി എന്നുള്ള ഒരു പരിപാടി ഭയങ്കര വിവാദമായിട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞ പോലെ നമ്മള് പോത്ത് ഉണ്ട്. പക്ഷെ നമ്മള് പോത്ത് അല്ലേ കൂടുതൽ കഴിഞ്ഞ ബാബുരാജേട്ടനും ഇങ്ങനെ ആദ്യം എന്തോ വളരെ കാഷ്വൽ ആയിട്ട് എന്തോ പോത്തെന്ന് പറഞ്ഞ പറയാതെ ഇങ്ങനെ നോക്കുമ്പോ ഞാനും കറക്റ്റ് ഐ കോണ്ടാക്ട് ലോക്കായി. അതിനുശേഷം എപ്പോ പോത്തെന്ന് പറയാൻ നോക്കാം. അത് ഓക്കെ ഷോട്ട് വെച്ചിട്ട് പിന്നെ അതിനുശേഷം ഒരു 15 മിനിറ്റ് ഞാൻ ഓൾറെഡി അവിടെ ഒരു കട്ടിലുണ്ട്, മീൻസ് കയറിന്റെ കട്ടിലാണ്. പഴയ ടൈപ്പ് ഓഫ് പരിപാടി ആയതുകൊണ്ട് കയറിന്റെ കട്ടിലാണ്. ഞാൻ അവിടെ ഒരു 1/2 മണിക്കൂറോളം ഇരുന്ന് വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് എനിക്ക് എണീക്കാൻ പറ്റിയത്. അത് ഞാനായിട്ട് ചോദിച്ചു മേടിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു ആനന്ദി ഞാൻ വീഡിയോ ഒക്കെ വിളിച്ചിരുന്ന പഴയ പരിപാടി കണ്ടിട്ടില്ലേ, നമ്മളൊക്കെ ചരിയുന്ന വീഡിയോ ഒക്കെ വിളിച്ചിട്ട് പോകുമ്പോ ചുമ്മാ കുറ്റം പറയുന്നത്. ആണോ ചേട്ടാ വീഡിയോ വിളിക്കണോ? ഞാൻ ഭയങ്കര ഇതായിരിക്കില്ലേ. അങ്ങനെ ഞാൻ ഒരു ആർട്ട് ഡയറക്ടറിന്റെ അടുത്തുനിന്ന് പുള്ളിക്കാരന്റെ ഉണ്ട് ആർട്ട് ഡയറക്ടർ വീഡിയോ വലിച്ച് ഇത് ചെയ്യുന്ന ഷോട്ടായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് അടിപൊളിയായി, നന്നായി ചെയ്തിട്ടുണ്ട്. ഞാനും ചോദിച്ചു വാങ്ങിയതുപോലെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു സീനില് നമ്മള് കാട്ടില് അവിടെ ഈ തീയൊക്കെ കത്തിച്ചിടുമ്പോ അതിന്റെ ഒരു പുക വരുമല്ലോ. അപ്പൊ അങ്ങനെ പുകയുണ്ട്. അപ്പൊ എനിക്ക് ആദ്യം ഇങ്ങനെ ഞാനും റേച്ചലും ഒരു പൊസിഷനിൽ നിൽക്കും. അപ്പൊ ഇങ്ങനെ റേച്ചലിന് ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആനന്ദിനോട് പോലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നടന്ന് ഇവിടെ വന്ന് നിൽക്കട്ടെ. അപ്പൊ അത് പറഞ്ഞിട്ടില്ലാത്തൊരു സാധനമായിരുന്നു. അപ്പൊ ആനന്ദിന് പറഞ്ഞു ആ ചെയ്തു. പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് വന്ന് നിന്ന ആ സ്ഥലത്തേക്കായിരുന്നു കാറ്റടിച്ച് പുക മുഴുവൻ. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റൂലായിരുന്നു. അതായത് ക്യാമറ ഞാനും ഉണ്ട് ഫ്രെയിമില്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ആ കണ്ണ് എരിയുന്നത് ബാധിക്കാത്ത രീതിയിൽ കണ്ണ് കുറെ നേരമൊക്കെ തുറന്നു പിടിക്കുമ്പോ പിന്നെ സൈഡിൽ നിന്നൊക്കെ വെള്ളം വരും. അങ്ങനെ ആ സീൻ അങ്ങനെ ഞാൻ ചോദിച്ചു വാങ്ങിച്ച ആ പുകയുടെ അടുത്ത് പോയി കറക്റ്റായിട്ട് പോയി നിന്നിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടോ? അല്ലാതെ തന്നെ പരിപാടികളുണ്ട് ഇതില്. അങ്ങനെ പലരും ചോദിച്ചു വാങ്ങിച്ചത് നിന്ന് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ചില സീനുകൾ. ഒരു ഷോട്ട് 28 ടേക്ക് അവേ ഷോട്ട് ഉണ്ട് കേട്ടോ. 28 ഷോട്ട്. ലാസ്റ്റ് ആനന്ദിയെ ഒക്കെ എനിക്ക് തോന്നുന്നു എണീറ്റ് പോയി. എടുത്തോളൂ ഞാൻ ജോജി എന്നെ, അതായത് ഒരു ക്യാമറ ഇത് ആ ട്രെയിലറിലുണ്ട്. ഇതൊരു മറ്റേ ഈ കുറെ ഇതൊക്കെ ഉള്ള സ്ഥലത്താണ്, കുറെ മരങ്ങളും വള്ളികളൊക്കെ ഉള്ള ആ കവല. അപ്പൊ ഞങ്ങളെ ഒരു വലിയ ഇതിനകത്ത് കയറ്റി നിർത്തിയിട്ടുണ്ട്, വലിയൊരു ഇതിനകത്ത്. അത് ഒന്നാമത് നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന്റെ മേളിലൊക്കെ താഴെയുള്ള ഷോട്ട് ഇങ്ങനെ ഒറ്റ ഷോട്ട് ഇങ്ങനെ വരും. അപ്പൊ മെയിൻ പല പരിപാടികളും സിംഗ് സൗണ്ട് ആയിരുന്നു. ഡയലോഗ്സ് ആണെങ്കിൽ ഒരുപാട് ഉണ്ട്. ഡയലോഗ്സ് പഴയ ടൈപ്പ് ഓഫ് ഡയലോഗ്സ് ആണ്. അപ്പൊ ഞാൻ ഡയലോഗ് പറഞ്ഞതിന് ശേഷം അടുത്ത ഡയലോഗ് അതിന്റെ ഒരാള് ഒരു ഒറിജിനൽ മറ്റേ വേട്ടക്കാരനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരുപാട് കാടിലെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് വെച്ചിരിക്കുക. ആ പുള്ളിക്കാരനുണ്ട്, ജോജിയുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും മേളിലിരിക്കുന്നു, അതിന്റെ താഴെ ജോജി വലിയൊരു മരത്തിന്റെ ഷോട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. പടത്തിൽ കാണാം അത്ര ഗംഭീര ഷോട്ടുകളാണോ. ഇവരെ എന്തോരം റിസ്ക് എടുത്തിട്ടുണ്ട്.
സാധാരണ ടൈപ്പ് ഓഫ് ഒരു പരിപാടിയല്ല വെച്ചിരിക്കുന്നത്. അതായത് ഫ്രെയിം അത്രയും ഗംഭീരമാക്കാൻ വേണ്ടി അത്രയും റിസ്കി ഷോട്ട് ഉണ്ട്. അപ്പൊ ഏറ്റവും മേളിൽ ഞാൻ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ജോജി ഉണ്ട്, മറ്റേ പുള്ളി ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇത് വന്ന് ഞാൻ കുറെ ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു വരും. ഈ പുള്ളിക്കാരൻ അല്ല അത് ശരിയാണല്ലോ, ഞാൻ കേട്ടിരുന്നല്ലോ, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞു വന്ന് ഇത് ചെയ്യുമ്പോ ഈ പുള്ളിക്കാരൻ ഈ ഡയലോഗ് തെറ്റിക്കും. ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, ഡയലോഗ് തെറ്റിയാലും. അങ്ങനെ ഈ പുള്ളി തെറ്റും. അതൊരു 16 ടേക്ക് പോയി. അതിനുശേഷം അപ്പൊ പിന്നെ നമ്മള് ഇത് പഠിച്ചു. ഇപ്പൊ ഒരു ടേക്ക് 2 ടേക്ക് 3 ടേക്ക് നമ്മൾ ഡയലോഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും നമ്മള് തന്നെ. അങ്ങനെ കുറെ ടേക്ക് ഞാനും പോയി, എന്റെ കയ്യിലും പോയി. ലാസ്റ്റ് 25ാമത്തെ ടേക്ക് സിൽവർ ജൂബിലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷമായിട്ട് 25ാമത്തെ ഇത് ഞാനും പറഞ്ഞു, ഈ പുള്ളിക്കാരനും പറഞ്ഞു. കറക്റ്റ് ജോജി ലാസ്റ്റ് സമയത്ത് ജോജി തെറ്റിച്ചു. ഞാൻ നോക്കുമ്പോ ആക്ഷൻ ചെയ്ത് ഷൈൻ സാർ അവിടെ അന്ന് വന്ന് അവിടെ എന്തൊക്കെ പരിപാടിയുണ്ട്. ഞാൻ നോക്കുമ്പോ ഇതെല്ലാം എടുത്തോട്ടോ. അങ്ങനെ 28ാമത്തെ ടേക്ക് നോക്കി. പക്ഷെ അതൊക്കെ ഗംഭീരമായി. അല്ല, ഈ സിനിമയിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മള് ഔട്ട്പുട്ട് അവർക്ക് എന്ത് വേണം അത് കിട്ടിയാൽ മാത്രമേ. ഞാൻ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്. ഒരു 10-15 ടേക്ക് കഴിയുമ്പോൾ അവരെ ഗിവപ്പ് ചെയ്യും. അവർ പറയും ഓക്കെ എന്നാ പിന്നെ അത് വെച്ചേക്കാം, അതിൽ ഏറ്റവും ബെസ്റ്റ് വെക്കാന്നൊക്കെ പറയും. പക്ഷെ ഈ സിനിമയിൽ എത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ള സീക്വൻസ് ആണെങ്കിലും അത് പക്ക കിട്ടിയാൽ മാത്രമേ അവർ ഓക്കെ പറയാം. ആനന്ദിനിയുടെ ഒരു ഇതുണ്ട്, മൈക്കിലാണല്ലോ വിളിച്ച് പറയുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെ ആനന്ദിനി ടേക്ക് ഓക്കെ കിട്ടി 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 അപ്പൊ കിട്ടി കേൾക്കുന്ന അത് കിട്ടിന്ന് പറയുന്ന വരെ വൺമോറാ. വേണ്ട സാധനം എന്താണോ ആനന്ദിനിക്ക് നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആ സാധനം കിട്ടി കിട്ടി അത്രേ ഉള്ളൂ. അത് ചെയ്യുന്നവരെ അധികം വൺമോറേ പോയി 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 അവസാനം എങ്ങനെയുണ്ട്? ഞാനിപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇവരുടെ കുറെ പോത്തുകളായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ പറഞ്ഞു. റോസിന്റെ പോത്തുകൾ എങ്ങനെയുണ്ടായിരുന്നു? പോത്തുകളുടെ ഇടയിലുള്ള ജീവിതം എന്നറിയില്ല, എനിക്ക് ഭയങ്കര ക്രഷ് തോന്നിയ ഒരാളാ. സീൻസ് കാരണം ഇവർക്ക് കുറെ ഇഞ്ചുറീസ് ഒക്കെ പറ്റി പേടിച്ചെന്നൊക്കെ പറഞ്ഞു. അടുത്ത് പോലും എനിക്ക് കുറെ ദൂരം മാറി നിൽക്കത്തുള്ളൂ. അത്രയും ധൈര്യമുള്ള ഒരു അതായത് പേടിയുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ പിന്നെ ആ പേടി എനിക്ക് ഉപയോഗിക്കാന്നെങ്കിലും പറയാം. ഞാൻ വളരെ കൂസലായി ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ പോത്തിനെയൊക്കെ നടത്തോ അടുത്തത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ എന്റെ മുഖം മാറാൻ തുടങ്ങും. അതിന്റെ പോകുകയും അതിൽ ഏറ്റവും റിസ്കി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ പോത്ത് പിന്നെയും എങ്ങനെയൊക്കെയോ മാനേജബിൾ ആയിരുന്നു. എനിക്ക് തോക്കായിരുന്നു ഏറ്റവും, ഇവര് പറഞ്ഞ പോലെ കുറെ ടേക്ക് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടേക്ക് പോയി ഈ തോക്ക് പിടിച്ചിട്ട് ഫയർ ചെയ്യുന്ന സംഭവമായിരുന്നു. കാരണം അത് നാടൻ തോക്കാണ്, ഒരു 3-4 കിലോയോളം വെയിറ്റ് ഉണ്ട്. അതിങ്ങനെ കറക്റ്റ് നമ്മൾ എടുത്ത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഫയർ ചെയ്യുമ്പം ഭയങ്കര സൗണ്ടിലാണ് ഇത് പൊട്ടുന്നത്. അതും ഈ തീപ്പൊരി എല്ലാം ഫുൾ ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് നമ്മൾ അമ്മേ എന്നിങ്ങനെ ആവും. ആ എക്സ്പ്രഷൻ ആറ്റിറ്റ്യൂഡിലാണ് ചെയ്യുന്നത്, ഭയങ്കര ആറ്റിറ്റ്യൂഡില്. അത് എങ്ങനെ ഹണി ഇത് വെടി വെക്കുന്നു, ഞാൻ ഹണിയുടെ ബാക്കിൽ നിൽക്കുന്നു, ഞാൻ അന്നൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പോത്തിനാണ് ഇവര് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഇത് കാടിന്റെ അരിയിലാണ് ഷൂട്ട്. അതായത് നമ്മുടെ ലൊക്കേഷൻ കഴിഞ്ഞ പിന്നെ അടുത്ത കാടാണ്. ആ പോത്ത് ഈ വെടിവെച്ചോ അത് വന്നില്ല, തിരിച്ചു വന്നില്ല. കിട്ടിയില്ല, പിന്നെ അങ്ങനെ പോയി കാട്ടിലേക്ക് പോയി. കാട്ടിലോട്ട് പോയി. ശരിക്കുള്ള കാട്ടുപോത്ത് കശാപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് തന്നെ മറ്റേ പോത്ത് മാത്രല്ല, പിന്നെ ഓർത്ത് ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതൊരു 1.5 സീനായിരുന്നു. അതിങ്ങനെ ചാർജ് ചെയ്ത് വരും ഞങ്ങളുടെ രണ്ടുപേരെയും നേർക്ക് ചാടിയിട്ട്. അപ്പൊ ഞങ്ങൾ വീണ്ടും കൂസലില്ലാതെ നിക്കണം. പക്ഷെ അതങ്ങനെ നിക്കുക എന്നുള്ളതാണ് എന്റെ കണ്ണു പോലും ബ്ലിങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അത് അങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതെ അതെ, എല്ലാം കംപ്ലീറ്റ് ചോദിച്ച് മനസ്സിലാക്കാൻ എല്ലാം മനസ്സിലാക്കി ചിരിച്ചോട്ടൊക്കെ ചോദിച്ചാൽ നിങ്ങളിങ്ങനെ എല്ലാ ഷോട്ടിനെയും പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പോത്തുമായിട്ടുള്ള സീക്വൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു.
ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഇണങ്ങിയിട്ടുള്ള പോത്തായിരുന്നു. അപ്പൊ നമുക്ക് കംഫർട്ട് പ്രശ്നമില്ല. കുട്ടൻ പോത്തുണ്ടായിരുന്നു. പുള്ളി ഒരു മെയിൻ ക്യാരക്ടറാണ് ഈ സിനിമയില്. അപ്പൊ അത് ഭയങ്കര കംഫർട്ടായിരുന്നു. അതല്ലാതെ പൊട്ട് ചന്തയൊക്കെ കാണിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു വലിയ കണ്ടെയ്നർ നിറയെ പൂത്തുകളെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ പലതും വരണ്ട് ഓടിയിട്ടും ആളുകൾക്ക് ഫ്രാക്ചറും കൈക്കൊക്കെ ഫ്രാക്ചറും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കുറച്ച് ഭയങ്കര റിസ്കി ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹണി ഇതിനെ കണ്ടിട്ട് പേടിച്ചിട്ടില്ല. കാര്യം ഹണി 100% ആ ക്യാരക്ടറോട് തന്നെയായിരുന്നു. മേക്കപ്പ് ചെയ്ത് ഇറങ്ങി വന്നു കഴിയുമ്പോ ആ ഒരു ഉള്ളില് നിങ്ങൾക്ക് ഇങ്ങനെ എനിക്കല്ലേ അറിയുള്ളൂ. പക്ഷെ എന്നാലും ഇതിലിങ്ങനെ ഇപ്പം കഴിഞ്ഞിട്ടുള്ള രാധിക പറഞ്ഞു ഭയങ്കര കൊറേ പഠിച്ചു നല്ല ഇറച്ചു വെട്ടാനൊക്കെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അതേപോലെ റോസിന് അങ്ങനെ ട്യൂഷൻ ഉണ്ടായിരുന്നു. ഇല്ല, സാധാരണ നോർമൽ ഞങ്ങൾ ക്രിസ്ത്യൻ ഫാമിലി അല്ലേ ഈ പറയുന്ന ഈ പോത്തിറച്ചി എന്നൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാ സാറ്റർഡേ സൺഡേസിലും ഉള്ളതാണ്. അപ്പൊ അത് ഇപ്പൊ നേരത്തെ ചോദിച്ചത് അതിങ്ങനെ കട്ട് ചെയ്യാൻ പഠിച്ചു എന്നല്ലേ. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചിലക്ക് ഞങ്ങൾ പോത്തിറച്ചി പരിപാടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയാന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ കട്ട് ചെയ്യാറില്ല. നമ്മള് വീട്ടിൽ ചെയ്യുന്ന പോലെ നമ്മള് കത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാ. ഇതങ്ങനെയല്ല. ഇത് കുട്ടിയില് നമ്മളിങ്ങനെ വെട്ടി 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 അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നത്. അവര് കണ്ടിന്യൂസ് ഒരു ദിവസം മുഴുവൻ അത് ചെയ്യുന്ന ആളുകളല്ലേ. ഒറിജിനൽ ആളുകൾ വന്ന് നമ്മളെ അത് പഠിപ്പിച്ചു തന്നു. കത്തി തന്നെ നല്ല വെയിറ്റ് ഉള്ള കത്തി, ഒരു 3 കിലോ 3 കിലോ അതെടുത്ത് ഇങ്ങനെ ഫിംഗർ പിടിക്കുന്നതിന്റെ ഒരു രീതിയുണ്ട്, അത് കട്ട് ചെയ്യുന്നതിന്റെ രീതിയുണ്ട്, അത് കുത്തി വെക്കുന്ന, അത് പിന്നെ അതിങ്ങനെ രാഗത്തിന്റെ ഒരു ഇതുണ്ട്, രീതിയുണ്ട്. അപ്പൊ ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കട തുടങ്ങാം. പിന്നെ ഇതിന് പല ഇതുണ്ടല്ലോ, വേർഷൻസ് ഉണ്ടല്ലോ, കറി കട്ട്, റോസ്റ്റ് കട്ട്, അങ്ങനെ ലിവർ കട്ട്, അതിനൊക്കെ സെപ്പറേറ്റ് ടാക്ടിക്സ് ആണ്. ഞങ്ങൾ ചെയ്തൊരു എല്ലാം കീമയോ. ഓക്കെ, അപ്പൊ കൊറേ കഷ്ടപ്പെട്ടു റേച്ചലിന് വേണ്ടിട്ട്. കഷ്ടപ്പാട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് ഈ പറഞ്ഞ ഒരു ജീപ്പ് ഓടിച്ച് നടക്കുന്നുണ്ട്. ആ ജീപ്പ് പഴയ കാലത്തെ ജീപ്പാണ്. അപ്പൊ അതിങ്ങനെ നമ്മള് തന്നെ ബ്രേക്കും പോയി. അതിന് ബ്രേക്കൊന്നും ഇല്ല. എവിടേക്കോ പോയാ അത് നിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ജീപ്പാണ്. ഒരു സീനില് ക്യാമറ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ ഇവരൊക്കെ ദൂരെ നിൽക്കുകയാണ്. പ്രൊഡക്ഷൻ ടീം മൊത്തം ദൂരെ നിൽക്കണം, ഡയറക്ഷൻ ടീം മൊത്തം എല്ലാം ദൂരെ നിൽക്കണം. അപ്പൊ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സംസാരിച്ചു വന്നൊരു സീനാണ്. അപ്പൊ ക്യാമറ ബാക്ക് ഉണ്ട്, നമ്മുടെ അവിടെ ഒരു ക്യാമറ DOP മാത്രമേ ഉണ്ട്. നമ്മുടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി ഓഫായി പോയി. ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, കാരണം അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു ഏരിയ ആണ്. കുറെ നേരമായിട്ട് നമ്മളെ കാണാത്തപ്പോ ഇവരൊരു പടയായിട്ട് കാരണം ജീപ്പ് നമ്മളെല്ലാം തള്ളി 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 ഫ്രണ്ടിലേക്ക് നീക്കുകയാണ്. അങ്ങനെ കുറെ മെമ്മറീസ് ഉണ്ട്. ഇതിന്റെ ഷൂട്ടൊക്കെ പാലക്കാടായിരുന്നു. പാലക്കാട്, കൊല്ലങ്കോട്, പിന്നെ നെല്ലിയാമ്പതി. കാടൊക്കെ നെല്ലിയാമ്പതിയാണ്. ഓക്കെ ഓക്കെ. ഞാൻ പക്ഷെ ഔട്ട് ഓഫ് ദ ടോപ്പിക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എത്ര ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഇനോഗ്രേഷൻ കുറെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇനോഗ്രേഷൻ ചെയ്യാൻ തുടങ്ങിയത് 2005 മുതലാണ്. സിനിമ വന്ന ആ സമയം തൊട്ടിട്ട് ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത് എനിക്ക് തോന്നുന്നു പറക്കാട്ടിന്റെ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു, കൊച്ചിയില്. അത് ഓർക്കുന്നുണ്ട് ഞാൻ, കാരണം അത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾക്കിപ്പോ സോറി ഓപ്പോസിറ്റ് ജെൻഡേഴ്സിനോട് ക്രഷ് തോന്നും, പക്ഷെ സെയിം ജെൻഡറിലുള്ള ഒരാളെ ഞാൻ ഇങ്ങനെ നോക്കി, ഞാൻ ഇവിടെ കണ്ടപ്പോ ഞാൻ നോക്കി. ഈ പെൺകുട്ടികൾക്ക് കൊണ്ടുപോകും. ഞാൻ കാണിക്കൂ. സോ അപ്പൊ അത് ഒരു കുറെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എത്ര ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അതിനൊരു ഈ മീഡിയ ഒരു അറ്റൻഷൻ കിട്ടിയത് ഈ പോസ്റ്റ് കോവിഡ് ഒരു കാലഘട്ടത്തിലാണ്. അത് അപ്പത്തേക്കും എന്താ പറയാ, നമ്മൾ എവിടെ ചെന്ന് എന്ത് പ്രോഗ്രാം ചെയ്താലും അതിന്റെ വിഷ്വൽസ് ഒക്കെ പുറത്തേക്ക് വരികയും അങ്ങനെ ഒരു സാധനം വന്നത്. മേ ബി കുറെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. അങ്ങനെ ഞാൻ കണക്ക് നോക്കിയിട്ടില്ല. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരാളെ ഒരു കാര്യത്തിന് വിളിക്കുമ്പോ ഇപ്പൊ ചില ആൾക്ക് നമ്മൾ പറയല്ലേ, ഓ ഇന്ന ആൾക്ക് ഭയങ്കര ഐശ്വര്യം, ഇപ്പൊ ആളുടെ കൈനീട്ടം കിട്ടിയാൽ നല്ലതാന്ന് പറഞ്ഞോളൂ. റോസ് ഒരു ലക്കി ചാമ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഇനാഗുറേഷൻസിന് പങ്കെടുക്കാൻ പറ്റുക. അത് 100% അവർ നോക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ, കാരണം അങ്ങനെ അത് ഐശ്വര്യം ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. പക്ഷെ എനിക്ക് വൈബ് ഭയങ്കര ഇഷ്ടമാണ്. ഐശ്വര്യം ഉള്ളതുകൊണ്ടാണോ അല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ പോയി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ ചില ഇപ്പൊ ഈ കല്യാണം അല്ലെങ്കിൽ ഒരു നമുക്ക് ഈ ഇനോഗ്രേഷൻ
മാത്രമല്ലാതെ നമ്മളെ വിളിക്കുന്നത് ഈ ഷോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിനൊക്കെ ചിലപ്പം ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ഹൗസ് വാമിങ്ങിന് ആളുകൾ വിളിക്കാറുണ്ട്, വെഡിങ്ങിന് വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ആളുകൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഐ മീൻ പേയ്മെന്റ് അതെ ഞാൻ കല്യാണത്തിന് ഞാൻ കല്യാണത്തിന് വിളിച്ചു വന്നില്ല. കാര്യം ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങളെ കല്യാണത്തിന് വിളിക്കാം, ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്. ഞാൻ അങ്ങനെയുള്ള ഒരു ചടങ്ങിനും ഞാൻ പോയിട്ടില്ല. അതെന്റെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല, അതുകൊണ്ടാണ് ചെയ്യാറ്. ഞാൻ എത്രയോ ഷോസ് എനിക്ക് ചെയ്യായിരുന്നു ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. സ്റ്റേജ് ഷോസ് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് എപ്പോഴും നല്ലതാണ് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നതും ഡാൻസ്. അത് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ അതല്ല, എനിക്ക് കുറച്ചും കൂടി സന്തോഷം നൽകുന്നത് ഇനോഗ്രേഷന്റെ ആ ഒരു സ്റ്റേജ് തന്നെയാണ്. അതാണ് ഞാൻ കൂടുതലും അത് പ്രിഫർ ചെയ്യുന്നതും അത് ആളുകളൊക്കെ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ കഴിയുന്നത്. അത് ഐശ്വര്യമുള്ള കണ്ട നിങ്ങളുടെ എല്ലാവരുടെ ഐശ്വര്യം. നമുക്ക് എന്തായാലും ക്വിക്ക് ആയിട്ട് ഒരു കുഞ്ഞ് റാപ്പിഡ് ഫയറിലേക്ക് പോയിട്ട് നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഷടപടയെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ പെട്ടെന്ന് എന്ന് വിചാരിച്ച് ഷടപട എന്ന് പറയരുത്. ഓക്കെ, ഫസ്റ്റ് ആരോട് ചോദിക്കണം? ബൈജു ചേട്ടൻ കൂടുതലും നെഗറ്റീവ് ഷെയ്ഡ്സ് ആണ് ചെയ്യുന്നെങ്കിൽ ഒരു പാവാണ്, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ക്യാരക്ടർ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ പാവാണ്. ഞാൻ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ചോദ്യം അതല്ല, ചേട്ടന്റെ ലൈഫ് ഒരു മലയാള സിനിമ ആക്കുവാണെങ്കിൽ അതിന്റെ ടൈറ്റിൽ എന്തായിരിക്കും? ചുണ്ടൻ. വള്ളത്തിന്റെ അല്ലേ? തരകൻ കേട്ടിട്ടുണ്ട്. തരാൻ വന്നിട്ട് ഇനി വരാനുള്ള ചുണ്ടനാണ്. ചുണ്ടന് എന്താണ് ചേട്ടാ? അതൊക്കെ ഉണ്ട്, ആണോ? ഉണ്ട്, അതൊക്കെ സസ്പെൻസ് ആണ്. ഓക്കെ, റോസിനോട് ചോദിക്കാം. റോസിന്റെ പേഷ്യൻസ് ഇല്ല, അതായത് ക്ഷമ, അത് ഒരു ഫിലിം ആക്കുവാണെങ്കിലും അതിന് എന്ത് പേരായിരിക്കും ഇടുന്നത്? ക്ഷമയുണ്ടോ ലൈഫിൽ? ക്ഷമയുണ്ട്, നല്ല ക്ഷമയുള്ള ആളാണ്. അതുകൊണ്ടാണ് ക്ഷമയില്ലാത്ത ആളുമാണ്. എന്ത് പേരിടും അതിനൊക്കെ? എന്തിടണം? ചേട്ടൻ പറയാം. ക്ഷമയില്ലാത്ത ആളോടാ ചോദിക്കാം. ചേട്ടൻ പറയുന്ന പേരിടും. ആനന്ദസ്ലാൽ പറയൂട്ടോ. അന്ന് ഞാൻ വേറെ ചോദിക്കാം. കോളേജ് ഡേയ്സ് ഒരു മലയാളം സോങ് ആക്കുവാണെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? കോളേജ് ഡേയ്സോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഭയങ്കര പാടാണ്. ചോദ്യം പക്ഷെ ഉത്തരം ഭയങ്കര റാപ്പിഡ് ഫയർ നമ്മുടെ അതൊന്നും അല്ല. എന്നാലും ഞാൻ വെറുതെ ഒരു പാട്ട് പറയാൻ പറ്റേ. എന്തായിരുന്നു ആ സിനിമ? കോളേജ് ഹാപ്പി ഡേയ്സ് ക്ലാസ്മേറ്റ്സിലെ ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ ഓക്കെ, വേറെ ചോദിക്കാം. ഇതുവരെ ആക്ട് ചെയ്തതില് സീരിയസ് സിറ്റുവേഷൻസിൽ ചിരിപ്പിച്ച ഒരു കോസ്റ്റാർ ആരായിരിക്കും? സീരിയസ് സിറ്റുവേഷൻസിൽ ചിരിപ്പിക്കുന്ന ഒരു കോസ്റ്റാർ. നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ്? ഒരുപാട് നിങ്ങൾ ആക്ടറിനെ പറ്റി ചോദിച്ചു. ഒരുപാട് സിനിമകളില്ലേ, ഇപ്പം നമ്മളെല്ലാവരും സീരിയസ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു പൈസ സുരേഷ് ഒരു സിനിമയിൽ ഒരു പൈസ മേടിച്ചിട്ട് ഒരാൾ വന്നിട്ട് പെർഫോം ചെയ്യുന്നതാണോ? ഒന്നിച്ചുള്ളത് ഇപ്പം സീരിയസ് ആയിട്ട് ഇപ്പം അങ്ങനെ നോക്കുമ്പോ അങ്ങനെ ഒന്നും വരുന്നില്ല. അങ്ങനെ സീരിയസ് ഫസ്റ്റ് മൂവി അത് എല്ലാവർക്കും ഒരു ഫസ്റ്റ് മൂവി ആയിരുന്നു. ഞങ്ങൾ അഭിനയിച്ച 5 പേരും പുതുമുഖങ്ങളായിരുന്നു. അതിൽ ഷഫ്ന മാത്രമായിരുന്നു പുതിയ ആള്, എക്സ്പീരിയൻസ് ഉള്ള ആള്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡയലോഗ് പഠിച്ച് പെർഫോം ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഡയലോഗ്സ് തെറ്റി പോകുമ്പോൾ ചിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൂവി +2. ഓക്കെ, ലൈഫില് ഒരു ഡേ ഫുള്ള് ഒരു മലയാളം സിനിമ ഡയലോഗ് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും? ഞാൻ എന്തിനാ ഒരു ദിവസം ഫുൾ ഒരു ഡയലോഗ് പറയണം? അങ്ങനെ ഒരു അവസരം വന്നു. ഒരു ഡയലോഗ് മാത്രോ? ഞാൻ കുറെ വർഷങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അപ്പനിലൊക്കെ കുറെ ഡയലോഗ് ഇല്ലേ? തേങ്ങ ഉടക്കി സമി. അതാണ് ഞാൻ അല്ലെങ്കിൽ ഈ എന്റെ ഈ ഫ്രണ്ട്സിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, ഫ്രീ ആവുമ്പോ പറയാന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ എന്താ കാര്യം എന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീ ആവുമ്പോ മെസ്സേജ് അയക്കും, വിളിക്കും. അപ്പൊ ഒന്നിനും പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് അത് എന്നെ ഒരുമാതിരി ഇങ്ങനെ മുൻകുടയിൽ നിർത്തും. എന്താണ് സാധനം? അപ്പൊ ഞാനിങ്ങനെ തേങ്ങ ഉടക്കി സമയം വേഗം കാര്യം എന്താന്ന് പറയാൻ. അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ശരി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയേ ഒരു കാര്യം പറയാനുണ്ട്, പിന്നെ അത് കേൾക്കുന്ന ടെൻഷൻ ആയിരിക്കും. ഓക്കെ, ചേട്ടന്റെ
ലൈഫ് ഒരു ഇവിടെ ഇത് മാത്രമാണ് ബ്ലോക്ക് ബസ്റ്റർ മൂവി ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ഒരു തിയേറ്റർ റിലീസ് ആയിരിക്കും അല്ലെങ്കിൽ OTT റിലീസ് ആയിരിക്കും? തിയേറ്റർ റിലീസ് ഓഫ് കോഴ്സ്. ഞാൻ തിയേറ്റർ ഓണർ ആയതുകൊണ്ട് ഞാൻ 100% തിയേറ്റർ റിലീസ് ശരിയാ, എളുപ്പമല്ലേ മൂപ്പര്? എളുപ്പമായി പോയി. ഓക്കെ, അടുത്തത് റോസിനോട് ഞാൻ കുറെ ഫാൻസ് മെസ്സേജ് അയക്കുമല്ലോ, അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മെസ്സേജ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫാൻ മൊമെന്റോ ഫാൻ മെസ്സേജോ? ഫോൺ കോൾസ് വിളിക്കാറുണ്ട്. അത് ഞാൻ എടുക്കുവോ അപ്പോ? ഞാൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് 2005 തൊട്ടിട്ട് കറക്റ്റ് ഓർമ്മ വെച്ചിട്ട് അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ടൈമും അങ്ങനെ അവിടെ എല്ലാവർക്കും പായസം ഉണ്ടാക്കി കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. തമിഴിനാണോ? ഇതിനേക്കാൾ വലിയ ക്രഷോ? ഒരു ലൈഫിൽ ഒരു റിംഗ് ടോൺ ഇടാൻ പറ്റത്തുള്ളൂ, മാറ്റാനേ പറ്റത്തില്ല, അത് ഏതായിരിക്കും? ഏത് സോങ് ആയിരിക്കും? എന്റെ ഫോൺ ഫുൾ ടൈം സൈലന്റ് ആണ്. അല്ല, എന്റെ സൈലന്റ് എന്നാ കോളർ ട്യൂൺ. ആപ്പിൾ ഐഫോണിന്റെ കോളർ ട്യൂൺ അല്ല, നമ്മൾ വിളിക്കുമ്പോ കേൾക്കുന്നേ അതല്ലേ കോളർ ട്യൂൺ? സൗണ്ട് ആണ് അല്ലത്. അല്ല, അതൊരു പാട്ട്. അത് പാട്ടാണ്. നിങ്ങൾ ഇങ്ങനെ എതിർക്കാനിരിക്കല്ലേ? അഡ്ജസ്റ്റ് ചെയ്യോ? കഷ്ടപ്പെട്ടുകൊണ്ടൊന്ന് ചോദ്യങ്ങളാണ്. പാട്ടായിട്ട് അങ്ങനെ എന്റെ ഫസ്റ്റ് മൂവിയുടെ സോങ് ആയിരിക്കും അത് തന്നെയാണ്. കണ്ണോളം കാണാൻ. ഓക്കെ, ഏറ്റവും ഞാൻ 2 ഓപ്ഷൻസ് പറയും, അതിൽ ഏറ്റവും ടഫ് ഏതാന്ന് പറയണം. ഇമോഷണൽ സീൻസ് റിപ്പീറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഹെവി കോസ്റ്റ്യൂമിൽ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതാണോ? ഇതിൽ ഏതാണ് കുറച്ചുകൂടി ടഫ്? ഈസി ഏതാന്ന് ഒന്ന് അതായത് ഇമോഷണൽ സീൻസ് കണ്ടിന്യൂസ് ഇങ്ങനെ ടേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ ഒരു ഹെവി കോസ്റ്റ്യൂം? ആക്ച്വലി ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഇല്ല, ഹെവി കോസ്റ്റ്യൂം പിന്നെയും കുഴപ്പമില്ലായിരിക്കും. കുറേ മണിക്കൂർ ഇരിക്കണം. നമ്മൾ ആദ്യത്തെ കുറച്ചു നേരം നമുക്ക് ഹെവി കോസ്റ്റ്യൂം ആയിട്ട് തോന്നും. പോസ്റ്റ് ആവാറുണ്ട്. അതെ, പോസ്റ്റ് ആവാറുള്ളതുകൊണ്ട് അത് ശീലാണ്. ഇമോഷണൽ സീൻസ്. പക്ഷെ ഹെവി കോസ്റ്റ്യൂം ഇട്ട് ക്യാരമലൊന്നും ഇരിക്കാൻ പറ്റില്ല. യൂത്ത് ഫെസ്റ്റിവലിനും ഡാൻസിനൊക്കെ പോകുമ്പോ അത്രയും ഹെവി മേക്കപ്പും കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് സ്റ്റേജിന്റെ മുകളിൽ ഒരു വിഷയം മാത്രം പിടിച്ചിരുന്നതാണ്. അത് ഹെവി കോസ്റ്റ്യൂം കുഴപ്പമില്ല. ഇമോഷണൽ സീൻസ് ആണ് അത്, എസ്പെഷ്യലി എനിക്ക് പാടായിരിക്കും. എത്ര ടേക്ക് വരെ പോകും? ഇല്ല, അധികം ടേക്ക് പോവാം എന്ന് ഞാൻ തന്നെ എന്നെ ആദ്യം പ്രിപ്പയർ ചെയ്യില്ല. കാരണം ഞാൻ തന്നെ വിചാരിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് കുറെ ചെയ്യാൻ പറ്റൂല, എപ്പോഴെങ്കിലും ഒരെണ്ണം കിട്ടി എന്നുള്ള ഇതേ വരുള്ളൂ എന്ന് ഞാൻ തന്നെ വിചാരിക്കും. അപ്പോ അതുപോലെ എനിക്ക് ഏതൊക്കെയോ ഇന്റർവ്യൂല് പല വലിയ വലിയ ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള സീനിയർ ആക്ടർ ആണെങ്കിലും അവർക്കാണെങ്കിലും ഈ ഇമോഷൻ സീൻസ് ഒരു പ്രാവശ്യം അവരത് ഭയങ്കര ഫീൽ ചെയ്ത് ഇന്റൻസ് ആയിട്ട് ചെയ്യും, പിന്നെയും അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ്, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ പ്രശ്നം കാരണം അവർക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കരുത് എന്ന്. അപ്പോ എനിക്കത് ഞാൻ പെട്ടെന്നത് ഓക്കെ ആക്കാനുള്ള തന്നെയായിരിക്കും. ഒരുപാട് പ്രാവശ്യം നമുക്ക് എനിക്ക് ഈ ഇമോഷണൽ സീൻസിൽ അങ്ങനെ ഒരു സാധനമുണ്ട് അല്ല, ഒരുപാട് പ്രാവശ്യം നമുക്കത് ചെയ്യാൻ കുറച്ചുകൂടി മെക്കാനിക്കൽ ആവും. ഓക്കെ ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈസി ഏത് കൈൻഡ് ഓഫ് ഇമോഷൻ ചെയ്യാനാ? ഏറ്റവും കൂടുതൽ എളുപ്പം ആങ്കർ ആയിരിക്കും. ആണോ? ആങ്കർ, ദേഷ്യപ്പെടാൻ ചുമ്മാ അങ്ങ് ദേഷ്യപ്പെട്ടാ മതി. ശരി, അതമ്മ ജീവിക്കാലോ. ചേട്ടനോ? സെയിം. അല്ല, എനിക്ക് അങ്ങനെയല്ല. നമുക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇമോഷണലുള്ള പരിപാടി ചെയ്യാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അതായിരിക്കും കൂടുതൽ ആഗ്രഹം. ഓക്കെ. അപ്പൊ എന്തായാലും December 6th റേച്ചൽ തിയേറ്റേഴ്സിലേക്ക് എത്തുവാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഹണി റോസിനെ നമുക്ക് അതിൽ കാണാൻ പറ്റും. വേറെ തന്നെ ഒരു ഭയങ്കര ടഫ് ആൻഡ് റഫ് ആയിട്ടുള്ള ഒരു റേച്ചൽ. ആൻഡ് ഓൾസോ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ജീപ്പിൽ പോണ സീക്വൻസിൽ വരുന്ന ആ ഒരു സോങ്ങിന്റെ ഒരു പോർഷൻ വരുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കേൾക്കാം, ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സോങ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. സിനിമ വളരെ വലിയൊരു ഹിറ്റ് ആവട്ടെ. എന്തായാലും എന്റെ ക്രഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പേര് അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.